आदरणीय राहुल गांधी जी, सम्मानित मंच पे बैठे हुए तमाम हमारे सीनियर लीडर्स और तमाम आप लोग बैठे हैं, हमारे बहुत बुजुर्गों, भाई और बहनों, नौजवान साथियों, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവ്, ഈ ജാഥയുടെ ക്യാപ്റ്റൻ, പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, राहुल गांधी जी की यात्रा जोड़ो जोड़ो भारत जोड़ो, ये अपने आप में एक संदेश है देशवासियों को. രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ, ഭാരതത്തെ ഒന്നിപ്പിക്കുക എന്നുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ യാത്രയുമായി കടന്നു വന്നിട്ടുള്ളത്. तमिलनाडु के बाद में केरल के अंदर जो आप सबका प्यार, आपका विश्वास, आपका स्नेह जो राहुल जी के प्रति उमड़ रहा है सड़कों पर, पूरा देश देख रहा है. ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിക്ക് നൽകുന്ന സ്നേഹവും വാത്സല്യവും ആദരവും ഇന്ത്യ മുഴുവൻ ആവേശത്തോടെ നോക്കി കാണുകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. राहुल गांधी संदेश दे रहे देशवासियों को, जो चुनौती है देश के सामने, देश एक रहे, अखंड रहे, मजबूत बने, जिसके लिए इंदिरा गांधी जी ने जान दे दी, राजीव गांधी शहीद हो गए, पर देश को एक व अखंड रखा. നമ്മൾക്കറിയാവുന്നതുപോലെ ഈ രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള വലിയൊരു പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇറങ്ങിയിട്ടുള്ളത്, ഈ യാത്രയുമായി മുന്നോട്ട് വരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ധീരമായ രക്തസാക്ഷിത്വം രാജ്യത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. രാജീവ് ജിയുടെ ധീരമായ രക്തസാക്ഷിത്വം ഈ നാടിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. राहुल जी की यात्रा इतनी शानदार तरीके से आप लोगों के आशीर्वाद से, आपके सहयोग से, आपके प्यार से, आपके मोहब्बत से जो कामयाब हो रही है, उससे भारतीय जनता पार्टी बहुत बेचैन हो चुकी है. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ, നിങ്ങൾ നൽകുന്ന സ്നേഹവും, നിങ്ങൾ നൽകുന്ന വാത്സല്യവും, നിങ്ങൾ നൽകുന്ന അദമ്യമായ അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണയും രാജ്യത്തെ ജനങ്ങൾ ഒട്ടാകെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട് ഇന്ത്യയിലെ BJP നേതൃത്വം വിറളി ഇടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഭയങ്കര महंगाई, बेरोजगारी के साथ साथ ഇന്ന് രാജ്യം നേരിടുന്നത് ഗുരുതരമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ്. जिस प्रकार की राजनीति देश में चल रही है, पूरा मुल्क चिंतित है और कांग्रेस की तरफ देख रहा है. ഇന്ന് രാജ്യത്ത് ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനെതിരായി ലോകത്തെ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് ചിന്താധീനരായിരിക്കുന്നു എന്നതാണ് വാസ്തവം. जिस प्रकार से संविधान की धज्जियां उड़ रही है, लोकतंत्र खतरे में है और संस्थाएं जो है, जुडिशरी हो, चाहे वो ED, इनकम टैक्स, CBI, कोई भी हो, तमाम तरह से जो मैसेज गया देश के अंदर, उससे लोग चिंतित है कि पता नहीं देश को किस दिशा में ले जाएंगी ये NDA गवर्नमेंट. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഭരണഘടന വെല്ലുവിളിക്കപ്പെടുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്ത് ED പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടം ഭീകരമായ ഒരു രൂപം പ്രാപിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുന്നത് കണ്ടുകൊണ്ട് ലോകത്തെ, ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് വളരെ ചിന്താധീനരായിരിക്കുന്നു എന്നതാണ് വാസ്തവം. अंत में कहना चाहूंगा कि राहुल गांधी के परिवार से 30 साल से कोई भी परिवार के सदस्य ना प्राइम मिनिस्टर बना, ना केंद्रीय मंत्री बना. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ 30 വർഷമായി നെഹ്റു കുടുംബത്തിൽപ്പെട്ട ഒരാളും പ്രധാനമന്ത്രി ആയിട്ടില്ല, കേന്ദ്രമന്ത്രി ആയിട്ടില്ല. तब भी पूरे मुल्क में कांग्रेस का रैंक एंड फाइल, कार्यकर्ता, नेता और जनता इस परिवार को इसलिए चाहती है कि ये सबको साथ लेके चलते हैं. विभिन्न धर्मों के लोग, विभिन्न भाषा बोलने वाले लोग, विभिन्न जातियों के लोगों को इनके ऊपर विश्वास है. എന്നാൽ പോലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കോൺഗ്രസിന്റെ കോടിക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാരും രാഹുൽ ഗാന്ധിയിലും നെഹ്റു കുടുംബത്തിലും
അചഞ്ചലമായ തങ്ങളുടെ വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. तो फिर क्यों चिंता करते हैं? मोदी जी बार बार बीजेपी नेता, आरएसएस के नेता राहुल गांधी पे क्यों अटैक करते हैं? क्यों इनके परिवार पे अटैक करते हैं? उनको क्या तकलीफ हो रही है? നമുക്കറിയാം, ഇന്ന് നരേന്ദ്രമോദിയും BJP നേതൃത്വവും വീണ്ടും വീണ്ടും നെഹ്റു കുടുംബത്തിനെതിരായും രാഹുൽ ഗാന്ധിക്കെതിരായും അക്രമങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അഴിച്ചുവിടുന്നതിന്റെ കാര്യം എന്താണ് എന്ന് നമുക്കറിയാം. राहुल गांधी की सोच देशवासियों के लिए जो है, इनका मार्ग सत्य का मार्ग है, अंतिम विजय सत्य की होगी. यही बात कहता मैं अपनी बात समाप्त करता हूं. ഈ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടായാലും അവസാന വിജയം രാഹുൽ ഗാന്ധിയുടേത് തന്നെയായിരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. धन्यवाद, बहुत बहुत धन्यवाद. ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Now I would like to invite our dynamic leader, Sri Rahul ji, to address this gathering. Senior Congress leaders on the stage, Congress leaders, workers in the crowd, brothers and sisters in the crowd, friends from the media, I'd like to welcome you here and thank you for giving us your full support. വേദിയിലെ ബഹുമാനരായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരെ, സദസ്സിലെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, ഈ സദസ്സിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരങ്ങളെ, പത്രമാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങളും നന്ദിയും കൂടി അറിയിക്കുകയാണ്. I've been wanting to say certain things to the trader community, many of whom live here and work here. ഞാൻ ഇവിടെ ജീവിക്കുന്ന, ഇവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ വ്യാപാരി സമൂഹത്തിലെ പ്രതിനിധികളോട് ചില കാര്യങ്ങൾ പറയണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയാണ്. And I'm happy that today I'm going to get an opportunity to speak in a little bit of detail about what is happening to traders here in Kerala and across the country. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സായാഹ്നത്തിൽ ഇവിടെ ഈ നാട്ടിലെ, കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെമ്പാടുമുള്ള വ്യാപാരി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അല്പം ആഴത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. And my comments are mainly targeted towards small and medium traders who are the backbone of India's economy. എനിക്ക് കൂടുതലായി സംസാരിക്കാനുള്ളത് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ നട്ടെല്ലായ ഇവിടത്തെ ചെറുകിട വ്യാപാരികളുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. And of course, I'm also going to speak about the ideas behind the Bharat Jodo Yatra and what exactly we are trying to communicate with this Padyatra. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഈ ഭാരത് ജോഡോ യാത്ര എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പുറകിലുള്ള ആശയത്തെക്കുറിച്ചും ഇതിന്റെ ഭാഗമായി ഏതെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളത് എന്നതിനെ കുറിച്ചുമാണ്. But before I start, I would like to remember two giants who showed Kerala and also India the path forward. പക്ഷെ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ഈ നാട് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ സംഭാവന ചെയ്ത രണ്ട് അതികായന്മാരായ മനുഷ്യരെ കുറിച്ച്, നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാരെ കുറിച്ച് എനിക്ക് ഓർമ്മ വരികയാണ്. So the first person I'd like to remember is Panampalli Govinda Menonji. ആദ്യമായി എനിക്ക് ഇവിടെ പേരെടുത്ത് പറയാനുള്ളത് ഈ നാടിന്റെ അഭിമാനമായിട്ടുള്ള യശശരീരനായ പനമ്പള്ളി ഗോവിന്ദ മേനോനെ കുറിച്ചാണ്. Who was the ex-chief minister
and also the Railway Minister അദ്ദേഹം of India. മുഖ്യമന്ത്രിയായും കേന്ദ്ര റെയിൽവേ മന്ത്രിയും ഒക്കെയായി നമുക്ക് അഭിമാനകരമായ രീതിയിൽ ഇന്നലകളിൽ പ്രവർത്തിച്ചു. And the second person I would like to remember is K. Karunakaranji, the ex-CM. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേരളത്തിന്റെ ഒരേയൊരു ലീഡർ ആദരണീയനായ ശ്രീ കെ കരുണാകരനെ കുറിച്ചാണ്. It is important to remember these leaders because they showed Kerala and also India the way forward at a difficult time. അവരെ രണ്ടുപേരെയും കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതിന്റെ പിറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ രണ്ടുപേരും കേരളത്തിനും ഈ രാജ്യത്തിനും മുന്നോട്ടുള്ള വഴിയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ദിശാബോധം പകർന്നു നൽകി എന്നുള്ളതിന്റെ കാരണത്താലാണ്. And so today, if we see the landscape of our country, a country that was known for harmony, for compassion, and for humility, we see a country which is full of hatred, anger, and arrogance. ഇന്ന് നമ്മുടെ ഈ രാജ്യത്തിന്റെ പശ്ചാത്തലം എടുത്തു നോക്കുമ്പോൾ ഇന്നലകളിൽ അത് സ്നേഹത്തിന്റെയും അനുതാപത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കേണ്ടിയിരിക്കുന്നു. Hatred is not the nature of the Indian people. വെറുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥമായ ഒരു വികാരമല്ല. Anger is not the nature of the Indian people. അതുപോലെ തന്നെ വിദ്വേഷവും ക്രോധവും യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യക്കാരുടെ രീതിയല്ല. Our people are compassionate, loving, and humble. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ അനുതാപം മുന്നോട്ട് വെക്കുന്നവരാണ്, അവർ സ്നേഹിക്കുന്നവരാണ്, അവർ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ്. But we have a government that is intent on destroying this harmony, on spreading hatred and anger. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് രാജ്യത്തുള്ളത് ഈ നാടിന്റെ യഥാർത്ഥ നന്മയായ ഈ സ്നേഹവും അനുതാപവും ഒക്കെ ഇല്ലാതാക്കുന്ന, അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ്. Every word spoken by the Prime Minister of India is designed to divide the country and hurt the sentiments of someone or the other. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വരുന്ന ഓരോ ശബ്ദവും ഈ രാജ്യത്തെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തെ മുറിവേൽപ്പിക്കാനും വേദനിപ്പിക്കാനും വേണ്ടിയുള്ളതാണ്. ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. We have the highest rate of unemployment we have had in 70 years. ഈ രാജ്യത്തിന്റെ 70 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. We have the highest prices we have had in decades. കഴിഞ്ഞ പതിറ്റാണ്ടുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അതിലെക്കാലത്തെയും ഉയർന്ന വിലക്കയറ്റമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. Our people are drowning in debt, in high prices and unemployment. ഈ വലിയ ഉയർന്ന വിലക്കയറ്റവും മറുഭാഗത്തുണ്ടാകുന്ന തൊഴിലില്ലായ്മയും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൂടുതൽ കൂടുതൽ കടക്കെണിയിലേക്ക് ആണ്ട് മുക്കിക്കൊണ്ടിരിക്കുകയാണ്. India's debt increased from 50 lakh crore in 2014 when the UPA left to 139 lakh crores in 2022. ഇന്ത്യയുടെ കടബാധ്യത എന്ന് പറയുന്നത് 2014 UPA ഗവൺമെന്റ് ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് 50 ലക്ഷം കോടിയായിരുന്നുവെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ 8 വർഷത്തെ ഭരണത്തിന് ശേഷം അത് 139 ലക്ഷം കോടിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. And if you calculate the debt per capita, per person, then each person owes 1 lakh rupees. ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും പ്രതിശീർഷ കടബാധ്യത, ഓരോ മനുഷ്യന്റെയും തലയിൽ ചുമത്തപ്പെടുന്ന കടബാധ്യത ഇന്നത്തെ അവസ്ഥയിൽ 1 ലക്ഷം രൂപയിൽ കൂടുതലായി നിൽക്കുകയാണ്. 1 lakh wealthy Indian people have left this country. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള 1 ലക്ഷത്തോളം ആളുകൾ ഈ രാജ്യം തന്നെ ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക്
പലായനം ചെയ്തിരിക്കുന്നു, കടന്നു കളഞ്ഞിരിക്കുന്നു. These are 1 lakh people who used to help India create jobs. They are no longer helping India create jobs. ഇന്നലകളിൽ ഈ പറയുന്ന 1 ലക്ഷത്തോളം ആളുകളാണ് ഈ നാട്ടിൽ പ്രവർത്തിച്ച് സംരംഭങ്ങൾ തുടങ്ങി ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയിരുന്നത്. പക്ഷേ ഇന്ന് അവരാരും ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ വേണ്ടി ഇവിടെ അവശേഷിക്കുന്നില്ല. So on one hand, you have an environment of hatred and anger. On the other hand, you have huge unemployment, massive increases in prices, and the people of India, millions and millions of people, are getting squeezed between these forces. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാജ്യത്തിന്റെ സാഹചര്യവും അവസ്ഥയും എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷം നമുക്ക് ചുറ്റിലും വെടിമുറുക്കുന്നു, മറുഭാഗത്ത് ഈ രാജ്യത്തെ സാധാരണക്കാർ തൊഴിലില്ലായ്മയുടെയും അതിരൂക്ഷമായ വിലക്കയറ്റത്തിന്റെയും ഭാരം പേറി ദുരിതക്കടലിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സാഹചര്യത്തിലേക്ക് രാജ്യം എത്തിച്ചേരുന്നു. India has the second richest man in the world. And India also has millions and millions and millions of people who cannot get themselves a job. ഈ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശതകോടീശ്വരൻ, സഹസ്രകോടീശ്വരൻ ഇന്ത്യക്കാരനാണ്. എന്നാൽ മറുവശത്തോ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് നമ്മുടെ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ തൊഴിലിന് വേണ്ടി തെരുവിൽ അലയേണ്ടി വരികയാണ്. This inequality is unbearable for us as a nation. ഒരു രാജ്യം എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ച് തീർത്തും അസഹനീയമാണ് ഈ അസമത്വം. These are some of the ideas behind the Bharat Jodo Yatra. ഇതാണ്, ഇങ്ങനെയുള്ള ആശയങ്ങളാണ് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഭാരത് ജോഡോ യാത്രയുടെ പുറകിലെ അടിസ്ഥാന ആശയങ്ങൾ തന്നെ ജനങ്ങളുടെ ഇത്തരം ജീവൽ പ്രശ്നങ്ങളാണ്. The first message is, we will not allow India to be divided. We will not allow India to be full of hatred. We will not allow India to be violent. ഏറ്റവും പ്രഥമവും പ്രാഥമികമായി നമുക്ക് പറയാനുള്ളത്, ഇന്ത്യയെ വിഭജിക്കാൻ, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അവസ്ഥയിലേക്ക് ഇന്ത്യയെ വീണ്ടും അധപ്പതിപ്പിക്കാൻ നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. The second message is that we will not accept an India where we have the second richest person in the world, and then we have millions and millions of our people, youngsters, who cannot aspire to get a job. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സഹസ്രകോടീശ്വരനെ ഉൽപ്പാദിപ്പിക്കുന്ന അതേ രാജ്യം, മറുഭാഗത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയുടെ കണ്ണീരിൽ ആണ്ടുമുങ്ങുന്ന സാഹചര്യം നമുക്ക് ഒരു കാരണവശാലും ഈ രാജ്യത്ത് ഇനി അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. And the third message is, we will not accept in India where prices are strangling our population. മൂന്നാമതായി, അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നമ്മുടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്ന സാഹചര്യം ഒരു കാരണവശാലും നമുക്ക് ഇനി മുതൽ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. These are the ideas behind the Bharat Jodo Yatra. ഇവയാണ് ഭാരത് ജോഡോ യാത്രയുടെ പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആശയങ്ങളായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. Now I would like to address the traders who are here in the crowd and live in the city and in Kerala and the rest of the country. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് ഇവിടുത്തെ വ്യാപാരി സമൂഹത്തോടാണ്. അവരിൽ പലരും ഈ സദസ്സിലുണ്ട്, അവരിൽ പലരും ഈ നാട്ടിലുണ്ട്, ഒരുപക്ഷെ പുറത്തിരുന്ന് ഈ പ്രസംഗത്തെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അവരോട് എല്ലാവരോടുമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് എനിക്കിനി സംസാരിക്കാനുള്ളത്. The first thing that you have to understand and realize is that you are the job creators of this country. എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത്, ഈ വ്യാപാരികളാണ്, ഇവരാണ് യഥാർത്ഥത്തിൽ, ഈ വ്യാപാരികളും വ്യവസായികളുമാണ് ഇവിടുത്തെ തൊഴിൽ ദാതാക്കൾ. അവരാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി തൊഴിലവസരങ്ങൾ ഒരുക്കുന്നത്. Thousands, millions of small and medium businesses, traders, shopkeepers, restaurant owners, these are the people who give India jobs. ഈ നാട്ടിലെ ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികൾ, ഷോപ്പ് ഓണേഴ്സ്, അതുപോലെയുള്ള ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകൾ, അവരാണ് ഈ രാജ്യത്തിന് വേണ്ട തൊഴിലവസരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. You sacrifice your lives
to give India employment. You never forget that. ഈ രാജ്യത്തിന് ആവശ്യമായ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്നത് വലിയ ത്യാഗമാണ്. ഒരിക്കലും നമുക്കത് വിസ്മരിക്കാൻ കഴിയില്ല. Now you understand money very well, better than anybody else. ഒരുപക്ഷെ മറ്റാരേക്കാളും നന്നായി പണത്തിന്റെ ചാക്രികത കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നത് ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമൂഹത്തിനാണ് എന്ന് എനിക്കറിയാം. And you know that money is like water. നിങ്ങൾക്കറിയാം പണം എന്ന് പറയുന്നത് ഒരു ദ്രാവകം പോലെയാണ്. Water can become ice, it can become steam, it can become water, it can change form, but it never disappears. പണം എന്ന് പറയുന്നത് ജലം പോലെയാണ്. നമുക്കറിയാം ജലത്തിന് പല രൂപങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അത് ജലമായി നിൽക്കാൻ സാധിക്കും, അതിന് ഐസ് രൂപത്തിലേക്ക് മാറാൻ സാധിക്കും, അതിന് വേണമെങ്കിൽ നീരാവിയായി പരിണമിക്കാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും ആ ജലം എവിടെയുമില്ലാതെ ആകുന്നില്ല, എവിടെയും അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. In the same way, money can change form, but it does not disappear. അതുപോലെ തന്നെ പണവും അതിന്റെ രൂപങ്ങൾ മാറിയേക്കാം, പല രൂപങ്ങളിലേക്ക് അത് പരിണമിച്ചേക്കാം, പക്ഷേ അതും എവിടെയും അലിഞ്ഞില്ലാതാകുന്നില്ല. If it is being taken out of your pocket, it is going into somebody else's pocket. അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ആരെങ്കിലും എടുക്കുന്നുണ്ട് എങ്കിൽ അത് മറ്റാരുടെയെങ്കിലും പോക്കറ്റിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. So the question you have to ask yourself, when you see rising prices, when you see a rise in the price of petrol that you need to run your business, you have to ask yourself, where is the money going? അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഒരു ഉദ്യമത്തിനിറങ്ങുമ്പോൾ, നമ്മൾ പൈസ ചെലവഴിക്കുമ്പോൾ ആ പണം ആരുടെ പക്കലേക്കാണ് എത്തിച്ചേരുന്നത് ആത്യന്തികമായി എന്നുള്ളത്. And now let me give you a few examples of what has been done to you. ഞാൻ ചില കൃത്യമായ ഉദാഹരണങ്ങൾ പറയാം കഴിഞ്ഞ 8 വർഷത്തിനകത്ത് നിങ്ങളോട് ഈ രാജ്യത്തിന്റെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. And I will also explain why it is being done to you. അതെന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിക്കാം. Many people think that demonetization was a mistake committed by the Prime Minister. പലരും കരുതുന്നത് നോട്ട് നിരോധനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത ഒരു അബദ്ധമായിരുന്നു എന്നുള്ളതാണ്. Many people think that he didn't really understand the consequences of demonetization. പലരും ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂടെയുള്ള ആളുകൾക്കും ഈ നോട്ട് നിരോധനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം ആ ഘട്ടത്തിൽ എടുത്തത് എന്നാണ്. Brothers and sisters, this is not the truth. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ശരിയല്ല എന്നുള്ളതാണ്. The Prime Minister understood exactly what demonetization was supposed to do. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു നോട്ട് നിരോധനം ഈ രാജ്യത്തോട് ഏത് തരത്തിലുള്ള പ്രത്യാഘാതത്തിലേക്കാണ് ഈ രാജ്യത്തെ നയിക്കുക എന്നുള്ളതിനെ കുറിച്ച്. Demonetization was a financial attack on India's traders. ഈ രാജ്യത്തെ വ്യാപാരികൾക്ക് മേലുള്ള ഒരു സാമ്പത്തിക ആക്രമണമായിരുന്നു നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. It was designed to destroy your cash flow and destroy your business. നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളുടെ തായ്വേർ അറുക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയായിരുന്നു നോട്ട് നിരോധനം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. Mr. Narendra Modi understands very well that if you're a small trader, if you're a middle-sized trader, if you own a small restaurant and he cuts off your money for a few days, you're finished. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനും വളരെ കൃത്യമായിട്ട് അറിയാം, നിങ്ങൾ ഒരു ചെറുകിട റെസ്റ്റോറന്റിന്റെ ഉടമയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടത്തരം സംരംഭങ്ങളുടെ ഉടമയാണെങ്കിൽ ചുരുങ്ങിയ ചില ദിവസങ്ങളിലേക്ക് 3-4 ദിവസത്തേക്കെങ്കിലും നിങ്ങളുടെ ബിസിനസിന്റെ ക്യാഷ് ഫ്ലോ ഒന്ന് തടസ്സപ്പെടുകയാണെങ്കിൽ
നിങ്ങളുടെ ബിസിനസ് തന്നെ ഇല്ലാതാകും എന്നുള്ളത് ഏറ്റവും കൃത്യമായി ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് അറിയാം. And the result of demonetization was there for everybody to see. Millions of Indian small and medium businesses were wiped out. അതുകൊണ്ട് തന്നെ ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല ഈ നോട്ട് നിരോധനത്തിന്റെ കാരണത്താൽ ദശലക്ഷക്കണക്കിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടത്, നിശേഷമായി ഇല്ലാതാക്കപ്പെട്ടത്. The Prime Minister did not stop there. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പക്ഷേ അവിടം കൊണ്ടും നിർത്താൻ തയ്യാറായില്ല. He then designed a GST അദ്ദേഹം പിന്നീട് GST-യുമായി വന്നു. that was again designed to break the back of all of you, small and medium traders. ആ GST-യും ഇവിടുത്തെ ഇടത്തരം ചെറുകിട സംരംഭകരുടെയും വ്യവസായികളുടെയും നട്ടലൊടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് നടപ്പാക്കപ്പെട്ടതാണ്. What was the idea? The idea was to have 5 taxes, complicated taxes. അടിസ്ഥാനപരമായി എന്തായിരുന്നു GST-യുമായി ബന്ധപ്പെട്ട സങ്കല്പം? 5 തരം ടാക്സ് സ്ട്രക്ചർ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ആദ്യം വിഭാവനം ചെയ്യപ്പെട്ടിരുന്നത്. To force you to spend your time filing for GST month after month after month. നിങ്ങളെ ഈ GST-യുമായി ബന്ധപ്പെട്ട റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി മാസങ്ങൾ അതിന്റെ പുറകെ നടക്കുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് അതിന്റെ ഭാഗമായി വിഭാവനം ചെയ്യപ്പെട്ടത്. To put pressure on you. നിങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് അതിന്റെ പുറകിലുണ്ടായിരുന്ന ലക്ഷ്യം. To harass you. നിങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തുക എന്നുള്ളതായിരുന്നു, നിങ്ങളെ പീഡിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പുറകിലുള്ള ഉദ്ദേശം. Brothers and sisters, please think about this. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ചും ആഴത്തിൽ വിചിന്തനം ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കടന്നു വരേണ്ടതായിട്ടുണ്ട്. You know how demonetization and GST harmed small and medium traders. നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവും എങ്ങനെയാണ് നോട്ട് നിരോധനവും GST നടപ്പാക്കലും ഈ രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭകരെ ബുദ്ധിമുട്ടിലേക്കും സർവനാശത്തിലേക്കും നയിച്ചത് എന്നുള്ളത്. You know how it harmed the gold traders in the city. ഇവിടുത്തെ സ്വർണ്ണ വ്യാപാരികൾ അടക്കമുള്ള ആളുകൾക്ക് എത്തരത്തിലുള്ള പ്രയാസങ്ങളാണ് അതുമൂലം ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. How it destroyed and continues to destroy their businesses. എങ്ങനെയാണ് അത്തരത്തിലുള്ള ഓരോ ബിസിനസ്സുകളെയും ഇപ്പോഴും ഈ വികലമായ നയങ്ങളുടെ അടിച്ചേൽപ്പിക്കലുകൾ സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും എങ്ങനെയാണ് അവരെയൊക്കെ വേട്ടയാടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവങ്ങളിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. Brothers and sisters, do you think GST and demonetization harmed the biggest businesses in this country? നിങ്ങൾ കരുതുന്നുണ്ടോ ഈ GST നടപ്പാക്കുന്നതും അഥവാ നോട്ട് നിരോധനം നടപ്പാക്കുന്നതും ഈ നാട്ടിലെ വലിയ വലിയ വൻകിട വ്യവസായ സംരംഭങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതായി നിങ്ങൾക്ക് അനുഭവത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? Do you think they had a problem of cash flow? അവർക്ക് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ക്യാഷ് ഫ്ലോയിൽ ബുദ്ധിമുട്ടുണ്ടായതായി ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ? Do you think it cost them to fill a GST form every month? GST ഫോം ഫില്ല് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള വൻകിടക്കാർ ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കുന്നുണ്ടോ? No, brothers and sisters. Demonetization and GST were designed to remove you from the way. അതാണ് ഞാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്. നോട്ട് നിരോധനവും GST-യും എന്നുള്ളത് നിങ്ങളെ സാധാരണക്കാരെ, ഇടത്തരക്കാരെ, ചെറുകിടക്കാരെ ഈ വൻകിടക്കാരുടെ വഴിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് നടപ്പാക്കപ്പെട്ട വികല പദ്ധതികളാണ് എന്ന്. To destroy your businesses and open the way for the biggest businesses in the country. നിങ്ങൾ സാധാരണക്കാരെ പാർശ്വങ്ങളിലേക്ക് തള്ളി നീക്കി വൻകിടക്കാർക്ക് സ്വൈരവിഹാരം നടത്താനുള്ള വഴിത്താരകൾ ഒരുക്കുക എന്നുള്ള ഭരണകൂട താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വികല നയങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. Mr. Modi's vision of India is 5 or 6 huge businesses that run everything. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ ഈ രാജ്യത്തെ എല്ലാ തരം ബിസിനസ് സംരംഭങ്ങളും 5 or 6 വൻകിടക്കാർ മാത്രം കൈകാര്യം ചെയ്താൽ മതി എന്നുള്ളതാണ്. And the complete destruction of small and medium businesses. അതോടൊപ്പം ഈ നാട്ടിലെ ചെറുകിട ഇടത്തരം ആളുകളെ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാന പരിഗണന വരുന്ന ഒരു കാര്യമാണ്. And the reason, brothers and sisters, is simple. You do not give him funding. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രിയപ്പെട്ടവരെ മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ആവശ്യമുള്ള ഫണ്ടിങ് നിങ്ങളിൽ നിന്നല്ല ലഭിക്കുന്നത്, അത് ലഭിക്കുന്നത് അത്തരം വൻകിടക്കാരിൽ നിന്നാണ്. You do not control the television channels. നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരല്ല ഈ രാജ്യത്തെ ടെലിവിഷൻ ചാനലുകളെ നിയന്ത്രിക്കുന്നത് എന്ന് ഭരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. So you cannot control the narrative in the country. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ
ചിന്താ പദ്ധതികളെ നിയന്ത്രിക്കാൻ, ഈ രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകളെ നിയന്ത്രിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, ഈ നാട്ടിലെ സാധാരണക്കാരെ കൊണ്ട് കഴിയില്ല എന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൃത്യമായിട്ട് അറിയാം. And the same exact thing was done in COVID. ഇത് തന്നെയാണ് കോവിഡിന്റെ കാലത്തും മോദി ഭരണകൂടത്തിൽ നിന്ന് ഈ രാജ്യം കാണേണ്ടതായിട്ട് വന്നത്. The entire tourism industry was wiped out. ഈ രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയാകെ തുടച്ചു നീക്കപ്പെട്ട സാഹചര്യമാണ് കോവിഡുമായി ബന്ധപ്പെട്ടുണ്ടായത്. Millions and millions and millions of people lost their jobs. ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആ ടൂറിസം മേഖലയുടെ സമ്പൂർണ്ണ നാശത്തോടുകൂടി തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം കോവിഡ് കാലത്ത് ഉണ്ടായതായി നമുക്കറിയാം. Same is happening to the rubber industry. ഇത് തന്നെയാണ് റബ്ബർ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. The cashew nut industry. ഇത് തന്നെയാണ് കശുവണ്ടി മേഖലയിലും The ഉണ്ടാകുന്നത്. coir industry. കയർ മേഖലയിലും Your tourism industry. നമ്മുടെ കേരളത്തിലെ ടൂറിസം മേഖലയിലും ഉണ്ടായത് ഇതേ സാഹചര്യം The തന്നെയാണ്. way is being cleared for the big players. ഈ നാട്ടിലെ ചെറുകിടക്കാരെ മുഴുവൻ പാർശ്വങ്ങളിലേക്ക്, അരികുകളിലേക്ക് തുടച്ചു നീക്കുകയാണ് വൻകിടക്കാർക്ക് സുഗമപാത ഒതുക്കുന്നതിന് വേണ്ടി. During COVID, when laborers were walking back home, the Prime Minister did not give them a single rupee. കോവിഡിന്റെ അർദ്ധരാത്രി ഒറ്റയടിക്ക് ലോക്ക്ഡൌൺ അടിച്ചേൽപ്പിച്ചപ്പോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളാണ് നഗ്നപാതരായി തെരുവുകളിലൂടെ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് കിലോമീറ്ററുകൾ നടക്കേണ്ടതായിട്ട് വന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം പകരാൻ അന്ന് നരേന്ദ്രമോദിയും കേന്ദ്ര ഭരണകൂടവും തയ്യാറായി കടന്നു വന്നില്ല എന്ന ചരിത്രപരമായ വഞ്ചന നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. But he forgave lakhs of crores of rupees to the biggest businessmen. പക്ഷെ അതേ നരേന്ദ്രമോദി അതേ കാലഘട്ടത്തിൽ തന്റെ ഇഷ്ടക്കാരായിട്ടുള്ള വൻകിട ബിസിനസ്സുകാർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കോടിയുടെ നികുതി ഇളവുകളും ആശ്വാസ പദ്ധതികളുമാണ് പ്രഖ്യാപിച്ചത് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. When a small or medium trader cannot pay back his loan, he is called a criminal and they take his house away. They take everything he owns away. ഈ നാട്ടിലൊരു ചെറുകിടക്കാരനായിട്ടുള്ള വ്യാപാരിയും സംരംഭകനും ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ലോൺ എടുത്ത് മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ ആ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ പോയാൽ ഒറ്റയടിക്ക് അവർ ഒരു കുറ്റവാളിയായി മുദ്രകുത്തപ്പെടുകയാണ്. അവരുടെ വീടും വസ്തുവകകളും പൂർണ്ണമായി ജപ്തി ചെയ്ത് മുതൽ കൂട്ടുന്ന സാഹചര്യം അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. You are facing this in Kerala every day. ഈ കേരളത്തിൽ നമ്മൾ ഓരോ ദിവസവും അത് ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. But the largest businesses in the country, they can take as much money as they want from the banks. When they fail to pay it back, they are not called criminals. It's called non-performing assets. പക്ഷെ ഈ രാജ്യത്തെ വലിയ വലിയ കുത്തക സ്ഥാപനങ്ങൾ അവർ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നെടുത്ത സഹസ്ര കോടികൾ അവർ തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ അവരെ കുറ്റവാളികൾ എന്ന് മുദ്രകുത്താൻ, അങ്ങനെ വിളിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല. അവരുടെ കടബാധ്യതകളെ കിട്ടാക്കടം എന്ന ഓമന പേരിട്ട് എഴുതിത്തള്ളാനാണ് ഭരണകൂടം തയ്യാറായി കടന്നു വരുന്നത്. All we are asking for is fairness. All we are asking for is fairness, equality. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇക്കാര്യത്തിൽ മാന്യമായ ഒരു സമീപനം ഉണ്ടാകണം, തുല്യതയാർന്ന ഒരു സമീപനം ഭരണകൂടത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയണം എന്ന് മാത്രമാണ്. The same rules for everybody. എല്ലാവർക്കും ഒരേ നിയമം ബാധകമാകണം. Not different rules for different people. ഓരോരുത്തർക്കും തന്നിഷ്ടപ്രകാരം വ്യത്യസ്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അത് ശരിയായ കാര്യമല്ല. So I'd like to thank all of you for taking part in this yatra. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഈ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി കടന്നു വരാൻ തയ്യാറായ നിങ്ങളുടെ മനസ്സിനെ അഭിവാദ്യം ചെയ്യാനും നിങ്ങളെ അക്കാര്യത്തിൽ നന്ദി പ്രകടിപ്പിക്കാനും It ആഗ്രഹിക്കുകയാണ്. gives us tremendous strength when you come out and give us your love and affection. നിങ്ങൾ കടന്നു വന്ന് നിങ്ങളുടെ സ്നേഹവും പിന്തുണയും തരുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരു വലിയ ഊർജ്ജമായി മാറുകയാണ്. So I'd like to thank every single person who joined us today in this walk. ഇന്നത്തെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം അണിചേർന്ന ഓരോരുത്തരോടും എന്റെ ഹൃദയത്തിന്റെ അങ്ങേയറ്റത്തെ കടപ്പാടും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ I'd like to ആഗ്രഹിക്കുകയാണ്. also thank the senior leaders of Kerala who have been walking with me now for almost 2 weeks. ഈ കേരളത്തിലേക്ക് യാത്ര പ്രവേശിച്ചതിന് ശേഷം ഏതാണ്ട് 2 ആഴ്ചക്കാലമായി എന്നോടൊപ്പം നടക്കുന്ന ബഹുമാന്യരായിട്ടുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ ഞാൻ എന്റെ നന്ദി പ്രകടിപ്പിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. And also Ashok Gehlot, the Chief Minister of Rajasthan, who came and walked with us today. ഇന്ന് വിശിഷ്ടാതിഥിയായി ഈ ഭാരത് ജോഡോ യാത്രയോടൊപ്പം അനുഗമിച്ച, അതിൽ അണിചേർന്ന ബഹുമാന്യനായ രാജസ്ഥാൻ മുഖ്യമന്ത്രി ശ്രീ അശോക് ഗെഹ്ലോട്ട് ജിക്കുള്ള എന്റെ നന്ദി ഞാൻ ഇവിടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Thank you. Namaskar. എല്ലാവർക്കും നന്ദി, നമസ്കാരം.